ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഏവർക്കും സ്വാഗതം. അപ്പോൾ എന്നാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു വീഡിയോ ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നൊരു ഷോപ്പിങ്ങിന് പോയപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനം കണ്ടു. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ബനാന ബിയർ. ഇത് ഈഗിൾ എന്ന് പറഞ്ഞ ഒരു ബ്രൂവിംഗ് കമ്പനി, അവരുടെ സാധനമാണിത്. സത്യം പറഞ്ഞാൽ ഇത് ഇംഗ്ലണ്ടിന്റെ ഒരു പ്രോഡക്റ്റ് അല്ല. ഈ പ്രോഡക്റ്റ് സത്യം പറഞ്ഞാൽ ഇറ്റലിയുടെ ഒരു പ്രോഡക്റ്റാണ്. എന്താണെങ്കിലും അവർ പടം തന്നെ കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് കണ്ടോ, നല്ല രസമല്ലേ. നമ്മുടെ ഈ പഴത്തിന്റെ ഒരു രീതി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു റോബസ്റ്റ പഴം പോലുള്ള ആ പഴത്തിന്റെ എസൻസ് അല്ലെങ്കിൽ അതുപോലുള്ള ഫ്ലേവർ കലർത്തിയേക്കുന്ന ഒരു ബിയർ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ്, പുറത്തു നിന്നുള്ള ഡീറ്റെയിൽസ്. ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മെയിൻ കണ്ടന്റുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് പറഞ്ഞു ഇതിൻ്റെ അത് ബാർലി ഇറങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ബിയറിനകത്ത് ഇറങ്ങിയ ബാർലി, ബാക്കിയുള്ള കണ്ടന്റുകളെല്ലാം ഹോപ്സ്, അങ്ങനെയുള്ള കണ്ടന്റുകളെല്ലാം. അല്ലാതെ ഹോപ്സ് എന്ന് പറഞ്ഞാൽ ബിയറിന്റെ ഒരു പ്രത്യേക ടിപ്പിക്കൽ ടേസ്റ്റ് വരാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹോപ്സ് എന്ന് പറഞ്ഞാൽ. അതെല്ലാം മിക്ക ബിയറിലും ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. അതുകൂടാതെയാണ് ഈ ബനാന ഫ്ലേവർ എന്ന് പറഞ്ഞ് പറയുന്നത്. ഇനി നമ്മൾ ഒട്ടും താമസിക്കുന്നില്ല, ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം കഴിച്ചു നോക്കാം. ഓക്കെ, നിറം, ഗുണം, മണം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും മൊത്തത്തിൽ ഒരു മഞ്ഞമയമാണ്, അതായത് പഴത്തിന്റെ മഞ്ഞ നിറത്തിലുള്ള ആ ഒരു മഞ്ഞമയം. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കുന്നില്ല, ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്താൽ നമുക്ക് സ്മെല്ല് ചെയ്യണം. ആദ്യം മണത്ത് നോക്കിയാൽ ഞാൻ പറഞ്ഞ സാധാരണ ഒരു ബിയറിന്റെ ഒരു സ്മെല്ലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, തണുത്ത് ചീട്ട് അയക്കുന്ന ഒരു ബിയറിന്റെ സ്മെല്ല് അറിയാലോ. നല്ലൊരു ടേസ്റ്റ് അല്ലേ, സത്യം നല്ലൊരു ഫീൽ തോന്നുന്നു. ആ ബിയർ നല്ല തണുപ്പ്, പ്രത്യേകിച്ച് നമ്മൾ നല്ല ചൂടൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ചിൽഡ് ആയിട്ടൊരു ബിയർ അങ്ങോട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ വായിൽ വെള്ളം വരുന്നതായിരിക്കും. അപ്പൊ എന്നാലും എന്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പൊ മണം നോക്കിയാൽ സാധാരണ രീതിയിലുള്ള ബിയറിന്റെ മണമുണ്ട്. പക്ഷെ അത് കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിയറിന്റെ ബനാനയുടെ ആ ഒരു സ്മെല്ല് കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ, പതയില്ലാതെ ഒഴിക്കാൻ ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാവുന്നതാണ് പതയില്ലാതെ ഒഴിക്കുന്ന രീതി. അപ്പൊ അതാ ഇതുപോലെ നമ്മളൊന്ന് ഒഴിക്കുക. അപ്പൊ ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ മണം വരുന്നുണ്ട്. ശരിക്കും മണം വരുന്നുണ്ട്. സാധാരണ ബിയറിനേക്കാൾ അപ്പുറമായിട്ട് ബനാനയുടെ, അതായത് നമ്മുടെ പഴത്തിന്റെ മണമാണ് വരുന്നത്. അപ്പൊ എന്തായാലും ഗ്ലാസ്സിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഉള്ള നിറം ഇതാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ നിറം കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു ബിയർ പോലെ തന്നെയൊക്കെ നമുക്ക് തോന്നുന്നു, അല്ലാതെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു പ്രതീക്ഷിച്ചിട്ട് ലൈറ്റ് കളറാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ എന്താണെങ്കിലും ഈ കളറാണ്. അപ്പൊ നമുക്ക് ഇനി രുചിച്ച് നോക്കാം, അന്നേരം മാത്രമേ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബോട്ടില്, അതോടൊപ്പം തന്നെ നമ്മൾ ഒഴിച്ചേക്കുന്ന ബിയർ. ഇതാണ് കളർ. അപ്പോൾ നമ്മൾ രുചിച്ച് നോക്കാൻ പോകണം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മണം നല്ലതായിട്ട് ആ ബിയറിലും പ്ലസ് നമ്മുടെ ബനാനയുടെ മണമുണ്ട്. അതോടൊപ്പം തന്നെ പക്ഷെ കളറ് സത്യം പറഞ്ഞാൽ ലൈറ്റ് ഒരു കട്ടൻ ചായമാണ്. കട്ടൻ